മുന്നണിമാറ്റ നീക്കത്തിൽ കേരള കോൺഗ്രസ് എമ്മിൽ ഭിന്നത. ജോസ് കെ മാണിയും 2 MLA-മാരും മുന്നണി മാറ്റത്തിന് ഒരുങ്ങുന്നുവെന്നാണ് സൂചന. ജോബ് മൈക്കിളും സെബാസ്റ്റ്യൻ കുളത്തിങ്കലുമാണ് ജോസിനൊപ്പമുള്ളത്. അതേസമയം LDF വിടണ്ടെന്നാണ് റോഷി അഗസ്റ്റിന്റെയും പ്രമോദ് നാരായണന്റെയും നിലപാട്. എന്നാൽ ജയരാജ് ഇതുവരെ വിഷയത്തിൽ നിലപാട് അറിയിച്ചിട്ടില്ല. മുഖ്യമന്ത്രിക്കൊപ്പമുള്ള ചിത്രം പങ്കുവെച്ച് റാന്നി MLA പ്രമോദ് നാരായണനും തുടരും എന്ന ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടിട്ടുണ്ട്. LDF-ൽ തുടരണമെന്ന് റോഷിക്കൊപ്പം ശക്തമായ നിലപാടെടുക്കുന്ന ആളാണ് പ്രമോദ്. രാഹുൽ മാങ്കൂട്ടത്തിൽ MLA-ക്കെതിരെ പരാതി നൽകിയ അതിജീവതയ്ക്കെതിരെ വ്യാപക സൈബർ ആക്രമണത്തിൽ നടപടി ആവശ്യപ്പെട്ട് അതിജീവത പരാതി നൽകി. മുഖ്യമന്ത്രി പിണറായി വിജയനും സംസ്ഥാന പോലീസ് മേധാവി റവാഡ ചന്ദ്രശേഖരനുമാണ് അതിജീവത പരാതി നൽകിയത്. തന്റെ വ്യക്തിവിവരങ്ങൾ സമൂഹമാധ്യമങ്ങളിൽ പ്രചരിക്കുന്നതായാണ് പരാതി. വ്യക്തിഹത്യക്കെതിരെ ശക്തമായ നടപടി വേണമെന്നും പരാതിയിൽ ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഇടവേളയ്ക്ക് ശേഷം വീണ്ടും കേന്ദ്ര സർക്കാർ സ്തുതിയുമായി ശശി തരൂർ MP. മോദി സർക്കാരിന്റെ മാവോയിസ്റ്റ് വേട്ടയെ പ്രകീർത്തിച്ചാണ് ശശി തരൂരിന്റെ ലേഖനം. മാവോയിസ്റ്റ് വെല്ലുവിളിയെ നേരിടാൻ കെൽപ്പുണ്ടെന്ന് തെളിയിച്ചിരിക്കുന്നു. മോദി സർക്കാരിന്റേത് സുരക്ഷയും വികസനവും സമന്വയിപ്പിച്ചുള്ള നടപടിയാണെന്ന് ലേഖനത്തിൽ പറയുന്നു. UP സർക്കാരിന്റെ ആശയം മോദി നടപ്പാക്കി. സർക്കാരിന്റെ ഇരുമ്പ് മുഷ്ടി പ്രയോഗത്തിനൊപ്പം വികസനത്തിന്റെ സാന്ത്വന സ്പർശം കൂടിയായപ്പോൾ ദൗത്യം വിജയിച്ചെന്നും തുടരണമെന്നും ശശി തരൂർ ലേഖനത്തിൽ പറയുന്നു. നിയമസഭാ തെരഞ്ഞെടുപ്പിന് നേരത്തെ ഒരുങ്ങാൻ കോൺഗ്രസ്. സ്ഥാനാർത്ഥി ചർച്ചയ്ക്കായി കേരള നേതാക്കൾ ഇന്ന് ദില്ലിയിലേക്ക് പുറപ്പെടും. 16-ന് ദില്ലിയിൽ വെച്ചാണ് യോഗം. രാഹുൽ ഗാന്ധിയും മല്ലികാർജ്ജുൻ ഖാർഗെയും ചർച്ചയിൽ പങ്കെടുക്കും. മുന്നണി വിപുലീകരണവും ചർച്ചയ്ക്ക് വരും. സ്ക്രീനിംഗ് കമ്മിറ്റി ഇന്ന് കേരളത്തിൽ ചേരും. സ്ഥാനാർത്ഥി നിർണയത്തിനായി മധുസൂദൻ മിസ്ത്രി തലസ്ഥാനത്തെത്തുമെന്നും റിപ്പോർട്ടുകൾ പുറത്തുവന്നു. പ്രധാന നേതാക്കളുമായാണ് കൂടിക്കാഴ്ച. തൊഴിലുറപ്പ് നിയമം പുനഃസ്ഥാപിക്കണമെന്നാവശ്യപ്പെട്ട ലോക്ഭവന് മുന്നിൽ കോൺഗ്രസിന്റെ രാപ്പകൽ സമരം നടത്തും. സിസ്റ്റർ റാണിറ്റ് ഉൾപ്പെടെ കുറുവിലങ്ങാട് മഠത്തിലെ അന്തേവാസികളായ 3 കന്യാസ്ത്രീകൾക്കും റേഷൻ കാർഡ് അനുവദിക്കാൻ സർക്കാർ തീരുമാനം. ഫ്രാങ്കോ മുളയ്ക്കൽ പ്രതിയായ പീഡനക്കേസിലെ അതിജീവതയായ സിസ്റ്റർ റാണിറ്റ് കഴിഞ്ഞ ദിവസം മാധ്യമങ്ങളോട് സംസാരിച്ചിരുന്നു. ഇത് ശ്രദ്ധയിൽപ്പെട്ടതിനെ തുടർന്നാണ് സർക്കാർ തീരുമാനം. ഭക്ഷ്യമന്ത്രി GR അനിൽ കോട്ടയത്തെത്തി നേരിട്ട് കാർഡ് കൈമാറും. സിസ്റ്റർ റാണിറ്റുമായി സംസാരിച്ച ശേഷം മറ്റാവശ്യങ്ങളിലും അനുഭാവപൂർവമായ നടപടി സ്വീകരിക്കുമെന്നും മന്ത്രി GR അനിൽ മാധ്യമങ്ങളോട് പറഞ്ഞു.